ലോകത്തിലെ ഏറ്റവും പുതിയ വിവരമായിട്ടുള്ളത് ഇസ്രായേലിന്റെ എയർബേസ് ആക്രമിച്ചെന്ന് ഹെസബുള്ള വ്യക്തമാക്കി. വടക്കൻ ഇസ്രായേലിലെ റമാത്ത് ഡേവിഡ് എയർബേസ് ആക്രമിച്ചെന്നാണ് അവകാശവാദം. ഡ്രോണുകളുടെ ഒരു കൂട്ടം വിന്യസിച്ചുകൊണ്ട് ബേസിലെ റഡാർ സൈറ്റുകളെയും കൺട്രോൾ റൂമുകളെയും ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരമായി പുറത്തുവരുന്നുള്ളത്. ഒപ്പം തന്നെ ഇസ്രായേലിന്റെ എയർബേസ് ആക്രമിച്ചുവെന്നതാണ് വിവരം. മറ്റൊരു കാര്യം, ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചിട്ടുണ്ട്. കപ്പലുകൾ കടക്കാൻ ശ്രമിച്ചാൽ കത്തിക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ജലപാത നിശ്ചലമായിരിക്കുകയാണ്. അന്താരാഷ്ട്ര സമൂഹത്തെ ഇത് ആശങ്കയുടെ മുൾമുനയിൽ നിർത്തുന്നു. ആശങ്കകൾക്ക് നിരവധി കാരണങ്ങളുമുണ്ട്. ഒന്ന്, എണ്ണവില കുതിച്ചുയരും, വിതരണ ശൃംഖലകൾ താളം തെറ്റും, രാജ്യാന്തര വ്യാപാരം നിലയ്ക്കും. ജലപാതയിലൂടെ കടന്നുപോകാൻ ശ്രമിക്കുന്ന ഏതൊരു കപ്പലിനെയും ആക്രമിക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഹോർമുസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്നത് 150-ലേറെ ടാങ്കറുകളാണ്. ഇങ്ങനെ വിവിധ രാജ്യങ്ങളിലേക്കുള്ള ടാങ്കറുകൾ കുടുങ്ങിക്കിടക്കുകയാണ്. വെള്ളിയാഴ്ച എണ്ണ ബാരലിന് $73 വില. ഇന്നത് $79 ഇത് $200 വരെ എത്തുമെന്നാണ് വിദഗ്ധർ ആശങ്കപ്പെടുന്നത്. ഹോർമുസിൽ പ്രതിസന്ധി രൂക്ഷമാകുമ്പോൾ എണ്ണവില കുതിക്കുന്നുവെന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ. ഒരു തുള്ളി എണ്ണ കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്നാണ് IRGC അഡ്വൈസർ സർദാർ ജബാരിയുടെ വാക്കുകൾ. ഇതും ഇറാൻ എത്രത്തോളം പ്രത്യാക്രമണം കടുപ്പിക്കുന്നു എന്നതിന്റെ സൂചന കൂടിയാണ്. ലോകത്തിലെ എണ്ണ ഉപഭോഗത്തിന്റെ 1/5 കടന്നുപോകുന്നത് ഹോർമുസ് കടലിടുക്കിലൂടെയാണെന്ന് നമുക്കറിയാം. ഒപ്പം അമേരിക്ക 12 പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ പൗരന്മാരോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇറാന്റെ പ്രത്യാക്രമണത്തിൽ വിവിധ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ മരണം 10 ആയിട്ടുണ്ട്. അതിൽ 6 US സൈനികരും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ അമേരിക്കയുടെ 3 F-15 വിമാനങ്ങളും ഇതുവരെ തകർത്തു. കഴിഞ്ഞ ദിവസം ആണ് ചരിത്രത്തിൽ ആദ്യമായി ഒരു F-15 വിമാനം തകർക്കുന്നത്. സൗദി അറേബ്യയിലെ കാര്യമെടുത്താൽ സൗദി അറേബ്യയിലെ റിയാദിലെ അമേരിക്കൻ എംബസിയിൽ ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഇന്ന് പുലർച്ചെയാണ് ആക്രമണമുണ്ടായത്. സൗദി പ്രതിരോധ വകുപ്പ് തന്നെയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ആക്രമണ സമയം ഈ എംബസിയിൽ ആളില്ലായിരുന്നു. ഒപ്പം തന്നെ റിയാദിൽ എത്തിയത് 8 ഡ്രോണുകളെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അൽഖാർച്ച് ലക്ഷ്യമാക്കിയാണ് ഈ ഡ്രോണുകൾ എത്തിയത്. എല്ലാ ഡ്രോണുകളും തടുക്കാനായെന്നും സൗദി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. തുടർന്ന് ഇവിടങ്ങളിലെ അമേരിക്കക്കാരോട് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജിദ്ദ, റിയാദ്, ദഹ്റാൻ എന്നിവിടങ്ങളിലെ കേന്ദ്രങ്ങളിലേക്ക് മാറാനാണ് അധികൃതർ നിർദ്ദേശം നൽകിയത്. മേഖലയിലെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് അത്യാവശ്യമല്ലാത്ത യാത്രകൾ പരിമിതപ്പെടുത്തണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ എംബസിയിൽ അഭയം തേടരുതെന്നും എംബസി യാത്ര ഒഴിവാക്കണമെന്നും അമേരിക്ക പൗരന്മാരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. റിയാദിലെ US എംബസിയിൽ നടന്ന ഡ്രോൺ ആക്രമണത്തിന് ശക്തമായ മറുപടി ഉണ്ടാകുമെന്നായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. ഇതിൽ നിന്ന് കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് 4 ആഴ്ച വരെ ഈ സംഘർഷം നീണ്ടേക്കാമെന്നാണ്. എന്നാൽ റിയാദിലെ എംബസി ആക്രമണത്തോടുകൂടി ഇതിന്റെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന പ്രതികരണമാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. വരും മണിക്കൂറിൽ അമേരിക്കൻ ആക്രമണം കൂടുതൽ ശക്തമായേക്കും. ഖത്തറിന്റെ കാര്യമെടുത്താൽ ഖത്തറിലും വ്യാപകമായ ആക്രമണമാണ് ഉണ്ടായത്. ഇറാന്റെ ആക്രമണം ഭൂരിഭാഗവും പ്രതിരോധിച്ചെന്നാണ് ഖത്തർ പ്രതിരോധ മന്ത്രാലയത്തിന്റെ അവകാശവാദം. 3 ക്രൂയിസ് മിസൈലുകളും 101 ബാലിസ്റ്റിക് മിസൈലുകളിൽ 98 എണ്ണവും പ്രതിരോധിക്കാനായെന്നും 39 ഡ്രോണുകളിൽ 24 എണ്ണവും പ്രതിരോധിക്കാൻ കഴിഞ്ഞെന്നും ഖത്തർ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. 2 Su-24 യുദ്ധവിമാനങ്ങളും ഖത്തർ വെടിവെച്ച് വീഴ്ത്തിയെന്നും റിപ്പോർട്ടുണ്ട്. ഒമാന്റെ കാര്യമെടുത്താൽ ഒമാന്റെ തീരത്ത് 5 നോട്ടിക്കൽ അകലെ ഓയിൽ ടാങ്കറിന് നേരെ ആക്രമണമുണ്ടായിട്ടുണ്ട്. ബഹ്റിനിലെ US എംബസി ആക്രമിച്ചെന്ന് IRGC വ്യക്തമാക്കി. ഇതിനോട് ബഹ്റിന്റെ ഔദ്യോഗികമായ പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. 20 ഡ്രോണും 3 മിസൈലും US എംബസിയെ ലക്ഷ്യമിട്ട് അയച്ചെന്നാണ് ഇറാന്റെ അവകാശവാദം. 70 മിസൈൽ ബഹ്റിൻ വെടിവെച്ചിട്ടു. 76 ഡ്രോണുകൾ പ്രതിരോധിച്ചു. ബഹ്റിനിൽ തുടർച്ചയായി സൈറൻ മുഴങ്ങുന്നുണ്ട്. പുലർച്ചെ മുതൽ തന്നെ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൊതുജനങ്ങൾ ഷെൽട്ടറിലേക്ക് മാറണം എന്നായിരുന്നു നിർദ്ദേശം. US നാവിക ശക്തി കേന്ദ്രം കൂടിയാണ് ഇവിടം. 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനം കൂടിയാണ് ബഹ്റിൻ. അതുകൊണ്ട് തന്നെയാണ് അതീവ സുരക്ഷാ മേഖലയായി കാണുന്നതും. ഒപ്പം ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് അവർ ഷെൽട്ടറുകളിൽ തുടരണമെന്ന് നിർദ്ദേശം നൽകിയിരിക്കുന്നതും. കുവൈറ്റിന്റെ കാര്യമെടുത്താൽ ഇതുവരെ കുവൈറ്റ് 178 മിസൈലുകളും 384 ഡ്രോണുകളും തകർത്തു. കുവൈറ്റ് സൈന്യത്തിലെ 27 പേർക്കാണ് പരിക്ക് പറ്റിയത്. കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരമുള്ള വിവരങ്ങളാണിത്. UAEയിൽ 182-ൽ 169 മിസൈലുകൾ ഇറാൻ പ്രതിരോധിച്ചു. 645 ഡ്രോണുകൾ UAE ലക്ഷ്യമാക്കിയെത്തി.
ഇതിൽ 44 ഡ്രോൺ വിവിധയിടങ്ങളിലായി പതിച്ചെന്നും UAE പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ 2 ഡാറ്റാ സെന്ററുകൾ മേഖലയിലെ ഡ്രോൺ ആക്രമണങ്ങളിൽ തകർന്നതായും ആമസോൺ വെബ് സർവീസസ് പറയുന്നുണ്ട്. ഇറാഖിലെ എർബിൽ ഹോട്ടലിലും ആക്രമണം നടന്നു. ഇറാൻ അതിർത്തിയിലെ ഹോട്ടലാണ് എർബിൻ. ഇവിടെ അമേരിക്കൻ സൈനികരാണ് താമസിച്ചിരുന്നത്. ഈ ആക്രമണത്തിൽ ഹോട്ടലിന് തീപിടിക്കുകയും ഉണ്ടായി. ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. ദുബൈയിലെ ഓസ്ട്രേലിയൻ സേനയുടെ എയർബേസിലും ഡ്രോൺ ആക്രമണമുണ്ടായി. ഇവിടെ ആർക്കും പരിക്കു പറ്റിയിട്ടില്ല. ആകെ 100 പേരാണ് ഈ എയർബേസിൽ ഉണ്ടായിരുന്നത്. സൈനികർ സുരക്ഷിതരാണെന്ന് ഓസ്ട്രേലിയ വ്യക്തമാക്കിയിട്ടുണ്ട്. വിവിധ പാശ്ചാത്യ സൈനിക കേന്ദ്രങ്ങൾ UAE എയർബേസ് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ 100ഓളം ഓസ്ട്രേലിയൻ പൗരന്മാരുമുണ്ട്. ഇറാന്റെ 11 പടക്കപ്പലുകൾ ഇല്ലാതാക്കിയെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചിട്ടുണ്ട്. സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ എണ്ണവില കുതിക്കുമെന്നാണ് മുന്നറിയിപ്പ്. കഴിഞ്ഞ ദിവസമുണ്ടായ ആക്രമണത്തിൽ ആരാംകോ റിഫൈനറി തകർത്തില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. വ്യോമ പ്രതിരോധത്തിനിടെ മിസൈലിന്റെ അവശിഷ്ടം പതിച്ചാണ് തീപിടുത്തമുണ്ടായതെന്നുമാണ് ഇറാന്റെ വിശദീകരണം. ഇറാന്റെ 11 പടക്കപ്പലുകൾ ഇല്ലാതാക്കിയെന്നായിരുന്നു US സെൻട്രൽ കമാൻഡ് അറിയിച്ചത്. ഇതുവരെ റിയാദിലേക്ക് എത്തിയത് 8 ഡ്രോണുകളാണ്. എല്ലാ ഡ്രോണുകളും തടുത്തെന്നാണ് സൗദി പറയുന്നത്. ഇതുവരെ കണ്ടതല്ല, ഇനിയാണ് വലിയ യുദ്ധമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇത് വലിയ ആശങ്കയ്ക്കാണ് വഴിവെക്കുന്നത്. ഇറാനെതിരെ കനത്ത അടിവരാൻ പോകുന്നുവെന്നാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ്. ഇറാനെ തടയാൻ ഏറ്റവും മികച്ച അവസരമാണിതെന്നും അതാണ് ആക്രമണം തുടങ്ങാൻ കാരണമെന്നുമാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അതിനിടെ ദുബായിക്ക് സമീപമുള്ള ഓസ്ട്രേലിയൻ വ്യോമതാവളത്തിന് നേരെ ആക്രമണമുണ്ടായ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. പശ്ചിമേഷ്യൻ മേഖലയിലേക്ക് അമേരിക്ക കൂടുതൽ പോർ വിമാനങ്ങളും അയച്ചിട്ടുണ്ട്. ഇറാനെതിരായ സൈനിക നടപടി 4 ആഴ്ചയോളം നീണ്ടു നിൽക്കുമെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അതേസമയം ഇറാനെതിരായ യുദ്ധം മേഖലയിലെ സമാധാനത്തിലേക്കുള്ള പാത സാധ്യം ആണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പറഞ്ഞു. ദിസ് ഇസ് നോട്ട് ആൻ എൻലെസ് വാർ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. തീരാത്ത യുദ്ധമല്ലെന്നും അല്ലെങ്കിൽ അവസാനിപ്പിക്കാൻ കഴിയുന്ന യുദ്ധം മാത്രമാണിതെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു നെതന്യാഹുവിന്റെ ഈ പ്രതികരണം. മറ്റ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായി ഇസ്രായേലിന്റെ ബന്ധം ശക്തമാക്കാൻ സാധിക്കുന്നതാണ് നിലവിലെ സാഹചര്യമെന്നായിരുന്നു നെതന്യാഹുവിന്റെ പ്രതികരണം. മറ്റൊരു കാര്യം, വിമാന സർവീസുകളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റദ്ദാക്കിയിരുന്ന വിമാന സർവീസുകളെല്ലാം ഭാഗികമായെങ്കിലും പുനഃസ്ഥാപിച്ചു എന്നുള്ളത് അല്പം ആശ്വാസകരമാണ്. പലയിടങ്ങളിലായി കുടുങ്ങിക്കിടന്ന ആൾക്കാരെ കുറച്ചെങ്കിലും നമുക്ക് കേരളത്തിലേക്ക് അടക്കം എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ദുബായിലെ അമേരിക്കൻ സേനയെ ലക്ഷ്യമിട്ട് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയതായി ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അറിയിച്ചിട്ടുണ്ട്. കുവൈറ്റിലെ അരിഫ്സാൻ ബേസിൽ ഡ്രോൺ ആക്രമണം നടത്തിയതായും IRGC അവകാശപ്പെട്ടു. ഒപ്പം യുദ്ധവിമാനങ്ങളിൽ ഇന്ധനം നിറയ്ക്കുന്ന 18 വിമാനങ്ങൾ കൂടി അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ വിന്യസിച്ചതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഈ സംഘർഷത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ, ഈ യുദ്ധ സാഹചര്യത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ അമേരിക്ക തയ്യാറല്ല. കൂടുതൽ യുദ്ധ സന്നാഹങ്ങൾ ഇറാൻ ലക്ഷ്യമിട്ട് വരുന്നുണ്ട്. ഇതൊക്കെയാണ് നിലവിൽ പശ്ചിമേഷ്യയിലെ അന്തരീക്ഷം. ആകെ കലുഷിതമാണ്, ആശങ്ക കൂടുന്നു. ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് ഒമാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനായി മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണെന്ന് ഒമാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. പക്ഷേ ഇറാൻ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. സജിത്ത്. അതാണ് സാഹചര്യം. എന്തായാലും ലോക സാഹചര്യങ്ങളിലെ ആ സങ്കീർണതയാണ് പാർവതി സൂചിപ്പിക്കുന്നത്. അതായത് ഇറാന്റെ പ്രത്യാക്രമണം പല അറേബ്യൻ രാജ്യങ്ങളിലേക്കും നീങ്ങുകയാണ്. യഥാർത്ഥത്തിൽ ടെഹ്റാനും US-നും ഇടയിൽ, വാഷിംഗ്ടണിനും ഇടയിൽ മധ്യവർത്തികളായി നിന്നിരുന്ന ചില അറബ് രാജ്യങ്ങൾക്ക് നേരെയും ഇപ്പോൾ ഇറാന്റെ ചില സൈനിക നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ കലുഷിതമായ സാഹചര്യങ്ങളിലൂടെ ഇത് കടന്നു പോകുന്നു എന്നതാണ്. എന്തായാലും ഇപ്പോൾ നടക്കുന്നത് ഒരു ചെറിയ യുദ്ധം മാത്രമാണ്. കടുത്ത യുദ്ധത്തിലേക്ക് കടക്കുമെന്ന സൂചന പങ്കുവയ്ക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് എന്നതാണ് സാഹചര്യം. എന്താണ് ഈ മേഖലയിലെ സൈനിക നീക്കങ്ങൾ, അതുണ്ടാക്കുന്ന സാഹചര്യം എന്ത്? നമുക്കത് വിശദമായി തന്നെ നോക്കാം. ഈ ഗ്രാഫിക്സ് റൂട്ടിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് സാഹചര്യങ്ങൾ വ്യക്തമാകും. അതായത് ഇപ്പോൾ പശ്ചിമേഷ്യൻ സംഘർഷം നടക്കുന്ന പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ് നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്നത്. ഗൂഗിൾ മാപ്പിൽ പറയുന്ന ഇറാൻ്റെ ഭൂവിഭാഗങ്ങൾ ഈ പറയുന്ന മേഖലകളാണ്. ഇതാണ് തന്ത്രപ്രധാനമായ ടെഹ്റാനും ഇറാൻ്റെ തന്ത്രപ്രധാന മേഖലകളും ഉൾപ്പെടുന്ന പ്രദേശം. അതിന് തൊട്ട് എതിർവശത്തേക്ക് വരുമ്പോഴാണ് ഇപ്പോൾ ഇറാൻ നടത്തുന്ന പല സൈനിക നീക്കങ്ങളും ബാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്ഥലം. ഇതാണ് കുവൈറ്റ്. ഈ കുവൈറ്റിലേക്കാണ് ഇറാനിൽ നിന്നും US-ൻ്റെ എംബസി ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള
സൈനിക നീക്കം, മിസൈലുകളും ഡ്രോണുകളും ഇറാൻ തൊടുത്തുവിട്ട സ്ഥലങ്ങൾ. തൊട്ടിപ്പുറേ ഇതാ സൗദിയിലേക്ക് വരൂ. സൗദിയിലേക്ക് വരുമ്പോൾ സൗദി അറേബ്യയുടെ ഭാഗമാണ് ഇവിടെ. സൗദിയിലെ റിയാദാണ് തലസ്ഥാനം. ഇവിടേക്ക് വരുമ്പോൾ ഇവിടെയും സൈനിക നീക്കം നടത്തുന്നു ഇറാൻ. ഇവിടെ നിന്നും ഇറാന്റെ സൈനിക നീക്കങ്ങൾ ഇവിടേക്കുണ്ടാവുന്നു. ബഹ്റിൻ, തൊട്ട് മുമ്പ് ബഹ്റിനിലേക്ക് സൈനിക നീക്കം ഉണ്ടായി എന്ന കാര്യം ഇറാൻ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. വലിയ നാശനഷ്ടങ്ങൾ ആ മേഖലയിൽ ഉണ്ടായിട്ടുമുണ്ട്. US ഇത് സംബന്ധിച്ചുള്ള മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. ഖത്തർ, മലയാളികൾ ഏറ്റവും അധികം താമസിക്കുന്ന ഇടമാണ് ഖത്തർ. നമുക്കറിയാം, ഇന്നലെ അടക്കം നമ്മളെ പ്രേക്ഷകരും നമ്മളുമായി സംബന്ധിച്ച പലരും, വിദേശങ്ങളിൽ നിന്ന് സംസാരിച്ച പലരും ഖത്തറിലെ ആശങ്കകൾ പങ്കുവെക്കുന്നുണ്ട്. പൊതുവിൽ സുരക്ഷിതമെന്ന് കരുതപ്പെട്ട ഇടമാണ്. പക്ഷേ അവർക്ക് മുമ്പും ഇറാനിൽ നിന്നുള്ള ചില പ്രത്യാക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.